അഡ്വക്കേറ്റ് ബിജു ആൻ്റണി കഴിഞ്ഞ ദിവസം മരിച്ച വിവരം ഏവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ഷമിക്കണം, ഈ ബിജു ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് ബിജു ആൻ്റണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. കേരളത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ആളൂർ എന്നാണ്. അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറഞ്ഞ് ദൈവമേ അവനും ചത്തു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ധാരാളം ആളുകൾ നമ്മുടെ കേരളീയ ജനസമൂഹത്തിലുണ്ടായിരുന്നു. കാരണം ഈ ബിജു ആൻ്റണി വാദിച്ചിരുന്ന, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആളൂർ വാദിച്ചിരുന്ന അയാളുടെ എല്ലാ കേസുകളും എന്താ പറയുക, സ്ത്രീകളെ എത്രമാത്രം അവഹേളിക്കാമോ, അല്ലെങ്കിൽ അവരെ എത്രമാത്രം തരം താഴ്ത്താമോ, അല്ലെങ്കിൽ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാദിച്ചിരുന്ന അയാളായിരുന്നു ഈ ആളൂർ എന്ന് പറഞ്ഞയാൾ. എവിടെ ഒരു കൊടും ക്രിമിനലുകളുണ്ടോ, നമ്മുടെ ഗോവിന്ദച്ചാമി ആണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള പല കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടി മാത്രം അയാൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അയാളുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പ്രമുഖനായിരുന്നു. അയാളൊരു 1-2 കേസിലേക്ക് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ വളരെയേറെ വലങ്കൈ, അല്ലെങ്കിൽ വളരെയേറെ അടുത്തയാളായിരുന്നു ആ അഡ്വക്കേറ്റും. പിറവം അടുത്ത് രാമമംഗലം അടുത്തുള്ള സ്വദേശിയായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അയാൾ 2 മാസം മുൻപ് സൂയിസൈഡ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ കരൾ സംബന്ധമായ രോഗം ബാധിച്ച അഡ്വക്കേറ്റ് ആളൂർ മരണപ്പെട്ടു. ഈ അഡ്വക്കേറ്റ് ആളൂരിനെയൊക്കെ ആൾക്കാർ ഹയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയേറെ കോസ്റ്റ്ലിയാണ്. സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ കൂടി സാധിക്കത്തില്ല. എങ്കിൽ കൂടിയും ആരുമില്ലാതെ ഭിക്ഷയെടുത്ത് തെണ്ടി നടക്കുന്ന ട്രെയിനിൽ കൂടി നടക്കുന്നവർക്കൊക്കെ ഇയാൾ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ഇയാൾ എങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ വാദിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പേരും പ്രശസ്തിയും, ഈ പണം മാത്രം പോരല്ലോ ആളുകൾക്ക്, പേര് വേണം, പ്രശസ്തി വേണം. അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തി കൂടി, അതൊക്കെ ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കണം അയാൾ അത്തരത്തിൽ വരികയും അത്തരത്തിൽ വന്ന് വാദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ മല പോലെ വളർന്നു പോയ ആളൊക്കെയാണ് ഈ അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കേരള സമൂഹം വളരെ പുച്ഛത്തോട് കൂടിയിട്ട്, എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങളൊക്കെ വളരെ നിന്ദയോട് കൂടിയിട്ട്, വളരെയേറെ മ്ലേച്ഛമായ രീതിയിൽ ഇവനെയൊക്കെ മനുഷ്യകുലത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ആളാണ് ഈ അഡ്വക്കേറ്റ് ആളൂരൊക്കെ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം സ്ത്രീകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെയാണ്. കാരണം അയാളുടെ ആ പ്രൊഫഷനോട് അയാൾ വളരെയേറെ നീതി പുലർത്തിയിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അതല്ല, നമ്മളുടെ വ്യക്തിപരമായിട്ട് ധാരാളം തിന്മയുടെ ഒപ്പം എപ്പോഴും സഞ്ചരിച്ച ആളാണ് അഡ്വക്കേറ്റ് ആളൂർ എന്ന് കേരള സമൂഹത്തിലുള്ള ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നും വേണ്ട എന്നുള്ള അറിയാം. എങ്കിൽ തന്നെയും അദ്ദേഹം നന്നായിട്ട് തൻ്റെ കേസുകളൊക്കെ ജ്വലിച്ചു നിന്ന സമയത്ത് നോക്കി എപ്രകാരമാണ് അയാളുടെയൊക്കെ അന്തിമം വന്നിരിക്കുന്നത്. കരൾ സംബന്ധമായ രോഗം ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് മരണപ്പെട്ട് പോയത്. ഏത് കൊമ്പനാനെയാണെങ്കിലും, എത്ര തലയെടുപ്പുള്ള ആളാണെങ്കിലും, ഇത്തരത്തിലുള്ള കൊടും പാപങ്ങളുമൊക്കെ ചെയ്യുന്നവരുടെ ഒരു സ്ഥിതി ഇത്തരത്തിൽ മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മരണത്തിന് ശേഷം അതിൽ സന്തോഷിക്കുന്ന ധാരാളം പേർ കേരള സമൂഹത്തിലുണ്ട്.